സംസ്ഥാനത്ത് മദ്യവിൽപ്പന കൂടി. ഉത്രാട ദിവസം വരെ 771.29 കോടിയുടെ മദ്യവിൽപ്പനയാണ് നടത്തിയത്. ഓണത്തിന് തലേ ദിവസം വരെയുള്ള 8 ദിവസത്തെ കണക്കാണ് ഇത്. ഉത്രാടത്തിന് മാത്രം 126.31 കോടിയുടെ വിൽപ്പന നടന്നു. ഉത്രാടത്തിന് കൺസ്യൂമർ ഫെഡിന്റെ ഔട്ട്ലെറ്റുകളിലൂടെ 30 കോടിയുടെ മദ്യവിൽപ്പനയാണ് നടന്നത്. എബി ജോൺ തോമസ് ചേരുകയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. എബി, എല്ലാ ഓണത്തിനും ഈ ഒരു കണക്ക് എല്ലാവരും ഉറ്റുനോക്കുന്നതാണ്. എത്ര കോടി മലയാളികൾ എത്രയാണ് ഇങ്ങനെ കുടിച്ചു കൂട്ടിയത് എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കണക്ക് എങ്ങനെയാണ്? തിരുവോണത്തിന്റെ കണക്ക് പുറത്ത് വന്നിട്ടില്ല, ഉത്രാടം വരെയുള്ള കണക്കാണ് പുറത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ട്? ഉത്രാട ദിനത്തിലെ മദ്യവിൽപ്പനയുടെ കണക്ക് അതാണ് പ്രധാനമായും എല്ലാവരും ഉറ്റുനോക്കിയത്. ബിവറേജസ് കോർപ്പറേഷൻ വഴി ഒപ്പം തന്നെ കൺസ്യൂമർ ഫെഡിൻ്റെ ഈ ഔട്ട്ലെറ്റ് വഴി അങ്ങനെ 2 രീതിയിലായിരുന്നു ഈ മദ്യവിൽപ്പന നടന്നിരുന്നത്. അതിൻ്റെ കണക്കുകളാണ് വന്നിരിക്കുന്നത്. ബിവറേജസ് കോർപ്പറേഷൻ്റെ വഴിയുള്ള മദ്യവിൽപ്പന 126.31 കോടിയുടെ മദ്യമാണ് ഉത്രാട ദിനത്തിൽ മാത്രം ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റ് വഴി വിറ്റത് എന്നുള്ളതാണ്. കൺസ്യൂമർ ഫെഡ് വഴിയാണെങ്കിൽ 20 കോടി രൂപയുടെ മദ്യം ഉത്രാട ദിനത്തിൽ വിൽക്കുകയും ചെയ്തു. കൺസ്യൂമർ ഫെഡിന്റെ 49 മദ്യവിൽപ്പന ശാലകളിലൂടെയാണ് ഇത്തരത്തിൽ ഈ 20 കോടിയുടെ ഈ വിൽപ്പന നടന്നത് എന്നുള്ളതാണ്. 25 കോടി 35,95,800 രൂപയുടെ മദ്യമാണ് ഈ നിലയിൽ വിറ്റത് എന്നുള്ളതാണ്. ഓണത്തിൻ്റെ 8 ദിവസത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോഴാണ് വലിയ രീതിയിലുള്ള വർധന ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. അത് 771.29 കോടിയുടെ മദ്യമാണ് ഓണത്തിൻ്റെ 8 ദിവസത്തെ കണക്കുകളിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ വിൽപ്പന നടന്നത് 694.96 കോടിയുടെ മദ്യമാണ്. ഏതാണ്ട് 76 കോടിയിലധികം രൂപയുടെ വർധനവ് ഇത്തവണ ഈ ഓണക്കാലത്തെ മദ്യവിൽപ്പനയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ ഉത്രാട ദിനത്തിലെ മദ്യവിൽപ്പനയിൽ കുറവുണ്ടായിട്ടുണ്ട് എന്നതുകൂടി ഈ ഘട്ടത്തിൽ എടുത്തു പറയണം. കാരണം കഴിഞ്ഞ തവണ അത് 137.64 കോടിയായിരുന്നു ആ ഉത്രാട ദിനത്തിൽ മാത്രം ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റ് വഴിയുള്ള മദ്യവിൽപ്പന എന്ന് പറയുന്നത്. എന്നാൽ ഇത്തവണ അത് 126.31 കോടി രൂപയുടെ മദ്യമാണ് ഇത്തവണ വിറ്റിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും തിരുവോണ നാളിൽ മദ്യശാലകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ബിവറേജസ് ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ കൺസ്യൂമർ ഫെഡിൻ്റെ ഔട്ട്ലെറ്റുകളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ തിരുവോണ നാളിലല്ല, ഉത്രാട നാളിൽ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മദ്യം എല്ലാവരും കരുതിയിരുന്നു എന്ന് വേണം കരുതാനായിട്ട്. എന്തായാലും ഇത്തവണത്തെ മദ്യവിൽപ്പനയിൽ 8 ദിവസം കൊണ്ട് വലിയ രീതിയിലുള്ളൊരു ഉയർച്ച ഉണ്ടായിരിക്കുന്നു. ആ വിറ്റുവരവിൽ വലിയ രീതിയിലുള്ള ഉയർച്ച ഉണ്ടായിരിക്കുന്നു. ഏതാണ്ട് 771 കോടി രൂപയുടെ മദ്യമാണ് വിറ്റത്. കഴിഞ്ഞ തവണത്തേക്കാൾ 76 കോടി രൂപയുടെ അധിക വിൽപ്പന ഇത്തവണ ബിവറേജ് കോർപ്പറേഷൻ ഈ 8 ദിവസം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ശരി, എബി ജോൺ തോമസ് ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.